സിനിമ എന്ന് പറയുന്നത് മറ്റുള്ള ഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന സമയമുണ്ട്. അപ്പോൾ ത്രെഡ് വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളതും അതിൽ നിന്ന് കഥ വരിക എന്നുള്ളതും പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ സിനിമ എടുക്കാത്തത്. കാര്യം എൻ്റെ അപ്രോച്ച്, എൻ്റെ ചിന്ത, ഇപ്പം ഞാൻ ഈ വെള്ള ഷർട്ടാണ് ഇറങ്ങി എൻ്റെ മിക്ക ഷർട്ടുകളും വെള്ളയായിരിക്കും. താങ്കളിടുന്ന ആ സ്റ്റൈലാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ഇതുണ്ട്. ആ അഭിരുചിക്കനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ വരുന്ന പുതുതലമുറ അവരൊക്കെ ആക്ഷൻ, അവർക്ക് പല പല സിനിമകൾ കണ്ട് അതിൽ നിന്ന് അവർക്ക് പല പ്രചോദനങ്ങളും കിട്ടിയിട്ടാണ് അവർ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതാണ് അവരുടെ വിജയം. ഇപ്പം നിർമ്മാല്യം എടുത്ത സമയം നിർമ്മാല്യമാണ് ഏറ്റവും വലിയ സിനിമ. 80 കാലഘട്ടത്തിൽ അവൻ അഴിനിറക്കൂട്ട് അല്ലെങ്കിൽ ന്യൂഡൽഹി അങ്ങനെയുള്ളതാണ് സിനിമകൾ. അത് കഴിഞ്ഞ് ഓരോ കാലഘട്ടത്തിൻ്റെ അനുസരിച്ചാണ് പോകുന്നത്. ഇപ്പം നമുക്ക് 6 ലൈൻ ട്രാഫിക് ഉണ്ട്, പണ്ട് ഇല്ലായിരുന്നു. അല്ല ഇപ്പം മെട്രോ വന്നു. ഇത് ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യം, കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം. എനിക്ക് മാറാൻ സാധിക്കും വളരെ കുറവല്ലേ. എനിക്കിപ്പം കൊച്ചു പിള്ളേർ ഓടുന്നുകൊണ്ട് ഓടാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ വിചാരമല്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വിചാരം അനുസരിച്ച് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോഴത്തെ പുതുതലമുറയുടെ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള സിനിമകൾ വന്നാലേ വിജയിക്കത്തുള്ളൂ. അല്ല നമുക്കിത് സിനിമ അടിച്ചേൽപ്പിക്കാൻ സാധിക്കത്തില്ല. പണ്ടൊക്കെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അറിയാം. ഞാനൊക്കെ സിനിമ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറയും എനിക്ക് 3 ആഴ്ചയെങ്കിലും സിനിമ തിയേറ്റർ ഓടിക്കണം, എന്നാലേ ഞാൻ പടം തരത്തുള്ളൂ എന്നെനിക്ക് കമാൻഡ് ചെയ്യാമായിരുന്നു. അന്ന് പല തിയേറ്ററുകളും നമ്മുടെ സ്ഥിരമായ സിനിമകൾ വരുന്ന കാരണം അവർ തരും. ചിലപ്പോൾ ഒരു ദിവസം ഓടിയില്ലെങ്കിലും പിറ്റേ ദിവസം പടം ഓടും. ഇന്നതല്ല, തിയേറ്ററിൽ നിന്ന് മൊബൈൽ നോക്കുക, പടം കൊള്ളത്തില്ല, തീർന്നു. അപ്പോഴേ പെട്ടി മടക്കേണ്ട ഗതികേട് വരും. ആ ടെക്നോളജി മാറി. അപ്പോൾ പണ്ടത്തെ പോലെ ഞങ്ങൾക്ക് സിനിമകൾ ഓടിക്കാൻ സാധിക്കത്തില്ല. സിനിമ ഓടിച്ചൊരു കഥ കാണാൻ എൻ്റെ ചിദംബരം എന്നൊരു പടം, അതുവരെ ഈ ആർട്ട് ഫിലിം, അത് അരവിന്ദൻ്റെ പടങ്ങളോ മറ്റേ പല പടങ്ങളും ഇങ്ങനെ ഓടുകാറില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ 12 റിലീസിങ് തിയേറ്ററിൽ കൊടുത്തു. എനിക്കത് 2 ആഴ്ച ഓടിച്ചിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ച് അവർ ഓടിച്ച് പടം ഓടി. എനിക്ക് സാമാന്യം നല്ലൊരു ലാഭവും കിട്ടി. ആദ്യമായിട്ടാണ് ഒരു അന്നത്തെ കാലത്ത് ആർട്ട് ഫിലിം കൊമേഴ്ഷ്യലായിട്ട് ഓടിക്കാൻ സാധിച്ചത്. ഇന്ന് സാധിക്കത്തില്ല. റിവ്യൂ നല്ലതാണ്. പക്ഷെ ആ റിവ്യൂ അന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പത്രം വായിക്കണം. ഇന്ന് റിവ്യൂ അറിയണമെങ്കിൽ തിയേറ്ററിൽ നിന്ന് അറിയുകയാണ്. റിവ്യൂവിനെ പേടിക്കാൻ നമ്മളെല്ലാവരും ക്രിട്ടിസൈസ്, എന്നെ വിമർശിക്കാനോ നിങ്ങളെ വിമർശിക്കാനോ എല്ലാവർക്കും അവകാശമുണ്ട്, തരുന്നുണ്ട്. അതുകൊണ്ട് റിവ്യൂ കൊണ്ട്, നെഗറ്റീവ് റിവ്യൂ കൊണ്ട് പടം പൊളിയുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പടം പൊളിഞ്ഞതിൻ്റെ നിരാശ കൊണ്ട് പറയുന്നതേ ഉള്ളൂ. നെഗറ്റീവ് റിവ്യൂ കൊണ്ട് ഒരിക്കലും പടം മോശമാകത്തില്ല. പടത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ പടം ഓടിയിരിക്കും. അതുകൊണ്ട് അതൊരു എസ്കേപ്പിസം എന്നേ ഞാൻ പറയത്തുള്ളൂ. നെഗറ്റീവ് റിവ്യൂ കൊണ്ട് ചിലപ്പോൾ പടം ഓടില്ലായിരിക്കും. പക്ഷെ ഒരു വലിയ പടം, വലിയ ഹൈറ്റിലുള്ള പടം വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അതങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പം വളരെ വലിയ പടങ്ങൾക്കിടയിലും ചെറിയ പടങ്ങളോ ഓടുന്നുണ്ട്. അവിടാണല്ലോ നമ്മുടെ ഈ റിവ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ആ പടം കൊള്ളാം, ആ പടം ആരെങ്കിലും കാണാതിരിക്കത്തില്ല. ആ പടങ്ങൾ കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു അതാ പടമാണ് നല്ലത്, ആ പടം ഓടും. പടം നല്ലതാണെങ്കിൽ എവിടെ ആണെങ്കിൽ പടം ഓടും. വലിയ പടം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ രജനികാന്ത് ഈ അടുത്ത് ഇറങ്ങിയ പല പടങ്ങളും ഓടിയിട്ടില്ല. അതുകൊണ്ട് ആ കാലഘട്ടമെല്ലാം പോയി. ഇപ്പം ഇവിടെ അങ്ങനെ പല പ്രഗത്ഭരായ പടങ്ങൾ ഓടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.